ബഥനി, ഈശോ ആശ്വാസം കണ്ടെത്തിയ ഭവനം. ദൈവനിയോഗം പേറി മലങ്കര സഭയുടെ മടിത്തട്ടിൽ വളർന്ന സ്നേഹത്തെരു. മലങ്കര സഭാ സമൂഹത്തിന്റെ ആധ്യാത്മിക നവോത്ഥാനം ലക്ഷ്യം വെച്ച് ക്രാന്തദർശിയും യോഗ്യവര്യനുമായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ മനോമുകുരത്തിൽ പരിശുദ്ധാത്മാവ് നട്ടുവളർത്തി മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വളർന്നു വന്ന ബഥനി സന്യാസിനി സമൂഹങ്ങൾ 1925 സെപ്റ്റംബർ 21 മദർ ഷൈന, മദർ ഹൂവ, മദർ ദനഹ എന്നിവരുടെ സന്യാസ പ്രതിഷ്ഠയിലൂടെ ബഥനി സന്യാസിനി സമൂഹം രൂപീകൃതമായി. 1930 സെപ്റ്റംബർ 22 സമൂഹത്തിലെ ആദ്യ 10 അംഗങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു. 1936 മുതൽ തിരുവനന്തപുരം, തിരുവല്ല എന്നീ രൂപതകളിൽ 2 ഡയോസിഷൻ സമൂഹങ്ങളായി വളർന്നു വന്ന ബഥനി സന്യാസിനി സമൂഹം 1956 ഓഗസ്റ്റ് 6 മുതൽ ഒരു മദർ ജനറലിന്റെ കീഴിൽ ഒറ്റ സമൂഹമായി തീരുകയും പൊന്തിഫിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. പരിശുദ്ധാത്മ കൃപയാൽ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ യഥാവിധം മനസ്സിലാക്കിയ അധികാരികളിലൂടെ ബഥനി സന്യാസിനി സമൂഹം 5 പ്രോവിൻസുകളായി വളരുകയും സ്നേഹത്തിന്റെ സഹവർത്തിത്വത്തിൽ പരസ്പരം വളർത്തി മുന്നേറുകയും ചെയ്യുന്നു. ദീർഘവീക്ഷണത്തോടെ മൂവാറ്റുപുഴ പ്രോവിൻസിന് ആത്മീയ തണൽ നൽകി വഴി നടത്തുന്ന അഭിവന്യ പിതാക്കന്മാരെയും സ്നേഹവാത്സല്യങ്ങളോടെ ചേർത്ത് നിർത്തുന്ന വന്യ മദർ ജനറലിനെയും കൗൺസിലേഴ്സിനെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും അഭ്യുദയകാംക്ഷികളെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് കൃപാമാരി പെയ്തിറങ്ങിയ പുണ്യവഴികളിലൂടെ ഒരു യാത്ര. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്നരുളി ചെയ്ത ദൈവത്തോട് കൂട്ടുചേർന്ന് നിന്ന് യാത്ര ആരംഭിച്ച ബഥനി സന്യാസിനി സമൂഹം ഇന്ന് 5 പ്രോവിൻസുകളിലായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവളുടെ കർത്തവ്യം നിർവഹിക്കുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് 2004 മെയ് മാസം 18 ബഥനി സന്യാസിനി സമൂഹത്തിലെ ഏറ്റവും ഇളയ പുത്രിയായ മൂവാറ്റുപുഴ പ്രോവിൻസ് ദൈവതിരുസന്നിധിയിൽ പൂജാതയായി. അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത, അഭിവന്യ ഐസക് മാർ ക്ലീമീസ് മെത്രാപ്പോലീത്ത, മൂവാറ്റുപുഴ രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്ത എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിൽ അഞ്ചൽപ്പെട്ടി സെന്റ് മേരീസ് ഇടവകപ്പള്ളിയിൽ വെച്ച് നടന്ന ദിവ്യബലിയിൽ ബഥനി സന്യാസ സമൂഹ അധ്യക്ഷൻ പെരിയ ബഹുമാനപ്പെട്ട ജോർജ് തോമസ് കലുങ്കലച്ചനും പെരിയ ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് ഈശ്വരൻകുടിയിലച്ചനും സഹകാർമ്മികരായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ അന്നത്തെ മദർ ജനറൽ മദർ ബെഞ്ചമിൻ മൂവാറ്റുപുഴ പ്രോവിൻസ് രൂപം കൊണ്ടു എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. 15 മന്ദിരങ്ങളും 50 അംഗങ്ങളുമായി സമാരംഭിച്ച പുതിയ പ്രൊവിൻസിന്റെ പ്രഥമ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി റവറൻ സിസ്റ്റർ പേഷ്യൻസ് തിരഞ്ഞെടുക്കപ്പെട്ടു. അഞ്ചൽപ്പെട്ടി മഠമായിരുന്നു ആദ്യ പ്രൊവിൻഷ്യൽ മന്ദിരം. 2009 സെപ്റ്റംബർ 8 മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ അഭിവന്യ ഇബ്രഹാം മാർ യൂലിയോസ് തിരുമേനി തറക്കല്ലിട്ട കീടിലം പ്രൊവിൻഷ്യൽ മന്ദിരം 2012 ജനുവരി 23 ബഥനി വിശുദ്ധരുടെ നാമത്തിൽ അഭിവന്യ ഇബ്രഹാം മാർ യൂലിയോസ് തിരുമേനിയും അഭിവന്യ ഫിലിപ്പോസ് മാർ സ്തേഫാനോസ് തിരുമേനിയും ചേർന്ന് കൂദാശ ചെയ്തു. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് എന്ന സങ്കീർത്തന വചനം അന്വർത്ഥമാക്കും വിധം അന്നത്തെ പ്രൊവിൻഷ്യൽ പ്രൊക്യുറേറ്റർ ആയിരുന്ന സിസ്റ്റർ ദീപ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്ന സിസ്റ്റർ രമ്യയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ദൈവം ദാനമായി നൽകിയ വിവേകം കൃത്യതയോടും ശ്രദ്ധയോടും ഉപയോഗിച്ചതിന്റെ ഫലമായി കീഴിലം പ്രൊവിൻഷ്യൽ ഹൗസ് ഇന്ന് മലമുകളിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ സമൃദ്ധിയുടെ നിറവിൽ പ്രശോഭിക്കുന്നു.
ഇന്ന് മൂവാറ്റുപുഴ പ്രൊവിൻസിന്റെ ഭാഗമായിരിക്കുന്ന പിറവം ബദനി മഠം തിരുമൂലപുരം മഠത്തിനു ശേഷം തിരുവല്ല പ്രൊവിൻസിൽ രൂപം കൊണ്ട ആദ്യത്തെ ശാഖാമന്ദിരമാണ്. 1942 കൂദാശ ചെയ്യപ്പെട്ട ഈ മഠം 2019 പുതുക്കിപ്പണിത് അഭിവന്യ എബ്രഹാം മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത കൂദാശ ചെയ്തു. 1942 മുതൽ തന്നെ ഒരു LP സ്കൂളും മഠത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. തൃശൂർ ജില്ലയിൽപ്പെട്ട കുന്നംകുളം ഒരു യാക്കോബായ സെന്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെ 1947 ജനുവരി മാസം 15-ാം തീയതി തിരുക്കുടുംബ നാമത്തിൽ ഒരു ബഥനി മന്ദിരം അഭിവന്യ ജോസഫ് മാർ സെവേറിയോസ് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൂദാശ ചെയ്തു. ബഥനിയുടെ കാര്യസ്ഥത്തിന്റെ ഭാഗമായി സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മഠത്തിനോട് ചേർന്ന് പെൺകുട്ടികൾക്കായുള്ള ഒരു ഹൈസ്കൂളും LP സ്കൂളും മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. 2018 ചൊവ്വന്നൂർ പറമ്പ് എന്ന് വിളിച്ചിരുന്ന സ്ഥലത്ത് പുതിയ മഠം കെട്ടിടം കൂദാശ ചെയ്യപ്പെട്ടു. 2024 സമർപ്പിതർ ദൈവസ്നേഹം കരകവിഞ്ഞൊഴുകുന്ന കാസയാകണം എന്ന ഉത്തമ ബോധ്യത്തോടെ 2 മഠങ്ങളും സെന്റ് ജോസഫ് ബഥനി കോൺവെന്റായി ലയിക്കുകയും ചെയ്തു. ആദ്യ പ്രൊവിൻഷ്യൽ മന്ദിരമായിരുന്ന അഞ്ചൽപ്പെട്ടി ബഥനി കോൺവെന്റ് 2022 പുനർനിർമ്മാണം പൂർത്തിയാക്കി അഭിവന്യ യുഹാനോൻ മാർ തേഡോഷ്യസ് പിതാവ് കൂദാശാകർമ്മം നിർവഹിച്ചു. വരികൾക്ക് സംഗീതം ജീവൻ നൽകുന്നത് പോലെ വിളിച്ചവന്റെ സ്വപ്നങ്ങൾക്ക് രൂപവും ഭാവവും നൽകാനായി മഠത്തിനോട് ചേർന്ന് ഒരു UP സ്കൂളും പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ പ്രോവിൻസിന്റെ ഭാഗമായിരിക്കുന്ന പീച്ചി മഠം 1970 സ്ഥാപിക്കപ്പെട്ടു. കാലാനുസൃതമായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഈ മഠം ഇന്ന് മൂവാറ്റുപുഴ പ്രോവിൻസിന്റെ മിഷൻ മന്ദിരമായി പ്രവർത്തിക്കുന്നു. പ്രോവിൻസിന്റെ ആദ്യ മിഷൻ മന്ദിരമായ കട്ടിലപ്പുവം ബഥനി കോൺവെന്റ് 1990 സ്ഥാപിതമായി. വഴിതെറ്റിയ അനേകം പേരിൽ അപഹാസ്യരാകുമ്പോഴും രാവോളം അപരർക്ക് സേവനം ചെയ്ത് അവർക്കായി ദൈവസന്നിധിയിൽ കൈകൾ ഉയർത്തുന്നവരുടെ പേരാണ് സമർപ്പിതർ എന്ന അവബോധത്തോടെ സിസ്റ്റേഴ്സ് അനേകർക്ക് വേണ്ടി ഇവിടെ ആയിരുന്നുകൊണ്ട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. 1982 ആരംഭിച്ച കോലഞ്ചേരി ബഥനി കോൺവെന്റ് സമർപ്പണത്തിന്റെ പാതയിൽ വ്രതബദ്ധരായ സന്യാസിനികളുടെ ത്യാഗോജ്വലമായ സേവനത്തിലൂടെ മിഷൻ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകുകയും ചെയ്തു. പാലക്കാട് ജില്ലയുടെ വിവിധ മിഷൻ കേന്ദ്രങ്ങളിൽ ത്യാഗോജ്വലമായ സേവനം ചെയ്തുകൊണ്ട് ബഥനി സിസ്റ്റേഴ്സ് 2001 മുതൽ കരിമ്പ മഠത്തിൽ താമസിച്ചു വരുന്നു. 2002 മഠത്തിനോട് ചേർന്ന് LKG UKG ക്ലാസുകളോടെ ആരംഭിച്ച CBSE സ്കൂൾ ഇന്ന് അറിവിന്റെയും ആത്മീയതയുടെയും പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ഹയർ സെക്കൻഡറി വരെ എത്തി നിൽക്കുന്നു. 1968 സ്ഥാപിതമായ കുന്നക്കുരുടി ബഥനി സ്നേഹാലയം ഇന്ന് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന 60ഓളം സ്ത്രീജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നു. ഈ സ്ഥാപനത്തിൽ സിസ്റ്റേഴ്സ് ത്യാഗസന്നദ്ധതയോടെ തങ്ങളുടെ സമയത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നു. ആരോരുമില്ലാത്തവരുടെ ആശ്രയമായ ബഥനി സ്നേഹാലയം മൂവാറ്റുപുഴ പ്രോവിൻസിന്റെ അനുഗ്രഹവും പ്രാർത്ഥനാ സ്രോതസ്സുമാണ്. ജാതിമത ഭേദമന്യേ ഈ സ്ഥാപനത്തിന്റെ അനുദിന നടത്തിപ്പിൽ പങ്കുചേർന്ന് ദൈവാനുഗ്രഹം നേടുന്ന എല്ലാ സുമനസ്സുകൾക്കും നന്മ വരാൻ ശതാബ്ദി വർഷം ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മൂവാറ്റുപുഴ പ്രോവിൻസിന്റെ രൂപീകരണത്തിന് ശേഷം ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തന നിരതയായിരുന്ന സിസ്റ്റർ റെജീനയുടെ പ്രത്യേക താല്പര്യവും കൂറ്റപ്പള്ളി ജോസഫ് സാറിന്റെ ആഗ്രഹവും ഒന്നു ചേർന്നപ്പോൾ ഉടലെടുത്തതാണ് സാന്ത്വന ശുശ്രൂഷ രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്ന പോത്താനിക്കാട് ബഥനി ശാലോം ഭവൻ. ജാതിമത ഭേദമന്യേ സ്ത്രീ പുരുഷന്മാർക്കായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ ആയി തുടക്കം കുറിച്ച ഈ സ്ഥാപനം ഒരു സൗജന്യ ചികിത്സാ പരിചരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു.
കിടപ്പ് രോഗികളായവരുടെ കുടുംബങ്ങളിൽ പോയി ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതോടൊപ്പം ആത്മീയമായി അവരെ ഒരുക്കുകയും മരണത്തെ മുഖാഭിമുഖം കാണുന്നവർക്ക് ധൈര്യപൂർവ്വം അതിനെ സ്വീകരിക്കാനുള്ള ധൈര്യം പകർന്നു കൊടുക്കുകയും തകർന്ന കുടുംബങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട് ദുഃഖിച്ചു കഴിയുന്നവർക്ക് ശാലോം ഭവൻ ഒരു അത്താണിയായി പ്രവർത്തിക്കുന്നു. ഇരുട്ടത്ത് തപ്പിത്തടയുന്നവർക്ക് വെളിച്ചമാകാനും വഴിയറിയാതെ അലഞ്ഞു നടക്കുന്നവർക്ക് വഴികാട്ടിയാകാനും വേണ്ടി വിളിക്കപ്പെട്ടവരാണ് സമർപ്പിതർ. ബാഹ്യ കേരള മിഷൻ പ്രവർത്തനത്തിലൂടെ ബഥനി സിസ്റ്റേഴ്സ് അനേകർക്ക് വഴികാട്ടിയായും വെളിച്ചമായും മാറാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തര പ്രാർത്ഥനയിലൂടെയും ഹൗസ് വിസിറ്റിങ്ങുകളിലൂടെയും കാലേവാടി മിഷൻ ഹൗസിലായിരുന്നുകൊണ്ട് സിസ്റ്റേഴ്സ് സഭാപ്രവർത്തനങ്ങളിൽ ബദ്ധശ്രദ്ധരാകുന്നു. ദൈവം ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന്റെ മാലാഖമാർ, ചിറകുകൾ കരങ്ങളാക്കി ചാരയെത്തുന്ന മാലാഖമാർ. ഇവർക്കാണ് അപരന്റെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായും അപരന്റെ വേദനയെ സ്വന്തം വേദനയായും അപരന്റെ സന്തോഷത്തെ സ്വന്തം സന്തോഷമായും കാണാൻ സാധിക്കും. തങ്ങളുടെ ത്യാഗപൂർണമായ മിഷൻ പ്രവർത്തനത്തിലൂടെ നമ്മുടെ സമർപ്പിതർ ജർമ്മനിയിലുള്ള മുള്ളേക്കറിൽ അനേകർക്ക് മാലാഖമാരായി വർത്തിക്കുന്നു. സിസ്റ്റേഴ്സ് സഭയോട്, പ്രത്യേകിച്ച് സെയിന്റ് എഫ്രൈം പൂനെ ഖടിക്കി രൂപതയോട് ചേർന്ന് നിന്ന് സഭാപ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയം പങ്കാളികളാകുന്നതോടൊപ്പം യുവതലമുറയെ വിദ്യാഭ്യാസ, സാമൂഹിക, ആധ്യാത്മിക തലങ്ങളിൽ പ്രബുദ്ധരാക്കിക്കൊണ്ട് 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. 2022 സെപ്റ്റംബർ മാസം 3-ാം തീയതി പൂനെ ഖഡ്കി രൂപത അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ അന്തോണിയോസ് പിതാവ് ഉദാശ ചെയ്ത മൂവാറ്റുപുഴ പ്രോവിൻസിന്റെ ശ്രേഷ്ഠ മിഷൻ മന്ദിരം ബദനാപൂർ ബദനി കോൺവെന്റ്, സന്യസ്തർ ഈ ലോകത്തിനപ്പുറമുള്ള ചൂണ്ടുപലകകളാണ് എന്ന തികഞ്ഞ ബോധ്യത്തോടെ വിവിധ ഗോത്ര ഗ്രാമങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി നമ്മുടെ കർത്താവിന്റെ സുവിശേഷം പങ്കുവയ്ക്കും. കോയമ്പത്തൂരിൽ അവൈ നഗർ എന്ന സ്ഥലത്ത് 2014 ഫെബ്രുവരി മാസത്തിൽ രൂപം കൊണ്ട മിഷൻ ഭവനമായ കോയമ്പത്തൂർ ബഥനി കോൺവെന്റ് അശരണരുടെയും നിരാലംബരുടെയും ആശ്രയമായി സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ സർവാത്മന പങ്കുചേരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് ഇരുളിൽ പൂണ്ടുകിടക്കുന്നവർക്ക് കത്തിജ്വലിക്കുന്ന തിരി പോലെ വെളിച്ചം പകരുവാനും പ്രാർത്ഥനയുടെ പ്രഭ കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിക്കുവാനും സിസ്റ്റേഴ്സ് അക്ഷീണം പരിശ്രമിക്കുന്നു. ഇന്ന് മഠത്തിനോട് ചേർന്ന് ഒരു ക്ലിനിക്കും പ്രവർത്തിച്ചു വരുന്നു.
3 കന്യാരത്നങ്ങളാൽ തുടക്കമിട്ട ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ച് കാലത്തിൻ്റെ അടയാളങ്ങളും സ്ഥാപക പിതാവിൻ്റെ കാൽപാദങ്ങളും പിന്തുടർന്ന് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. കുരിശിന്റെ വഴിയിലൂടെയുള്ള തീർത്ഥയാത്രയായ സന്യാസം അതിൻ്റെ പൂർണ്ണ ഗൗരവം തിരിച്ചറിഞ്ഞ് സമർപ്പണ ചൈതന്യത്തിൽ വ്രതത്രയങ്ങളുടെ ആത്മീയ ശക്തിയായ മാലാഖമാർക്കടുത്ത സ്വർഗീയ സൗഭാഗ്യമനുഭവിച്ച് സംതൃപ്തരായി ശതവർഷങ്ങൾ പിന്നിടുന്നു. ക്രിസ്തുവിൻ്റെ 2ാം വരവിന് ലോകത്തെ ഒരുക്കുന്ന നിയോഗം പേറിയ ബദനിയുടെ തീർത്ഥയാത്ര കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകളെ വായിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങാൻ ദൈവം കൃപ ചൊരിയട്ടെ. താങ്ങായി തണലായി കൂടെ നിന്ന എല്ലാ അഭ്യുദയകാംക്ഷികളെയും ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ഏവർക്കും ശതാബ്ദിയുടെ മംഗളങ്ങൾ.